സീതാസമേത ഹനുമൽ പൂജിത ശ്രീരാമചന്ദ്രായ പരബ്രഹ്മണേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യകവിതാം ശാഖാം വന്ദേ വാൽമീകി കോകിലം. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സമ്പത്താണ് വാൽമീകി രാമായണം. എല്ലാ പുരാണങ്ങൾക്കും മാഹാത്മ്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ മാഹാത്മ്യത്തെക്കുറിച്ച് എന്നുവെച്ചാൽ മാഹാത്മ്യം ആദ്യമേ പറയാത്തതായിട്ടുള്ള ഒന്നുണ്ടെങ്കിൽ അത് രാമായണം മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ ഇതിൽ മാഹാത്മ്യമായിട്ട് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഭാഗവതമായാലും ഭാഗവത മഹാത്മ്യമുണ്ട്, നാരായണത്തിനുമുണ്ട്, ഗീതയ്ക്കുണ്ട് ഗീതാ മഹാത്മ്യം. പക്ഷേ രാമായണ മഹാത്മ്യം എന്നുള്ളത് വേറെ ഒന്നിലും കാണുന്നില്ല, ഒന്നിലും ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം രാമായണം ആദ്യാക്ഷരം തൊട്ട് അവസാനം വരെ മഹാത്മ്യമാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം എടുത്ത് പറയാനായിട്ട് ഇല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കാണുന്ന രത്നാകരൻ എന്ന വാൽമീകിക്ക് ഈ പറയുമാതിരി തൻ്റെ ജോലി എന്നുള്ളത് തന്നിരിക്കുന്ന കാട്ടിലൂടെ വരുന്നവരുടെ സമ്പത്ത് മുഴുവൻ തട്ടിപ്പറിക്കുക, എന്നിട്ട് അതുകൊണ്ട് കുടുംബം പുലർത്തുക. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് സപ്തർഷികൾ അതിലേ വരികയായിരുന്നു. വന്നപ്പോൾ അവരെ മുമ്പ് ചെന്ന് ചാടിയിട്ട് നിങ്ങൾ എവിടെ പോകുകയെന്ന് കേട്ട്, ഞങ്ങൾ ഋഷിമാരാണ്, ഞങ്ങൾ ഇതിലേ വഴി നടന്ന് പോകുന്നവരാണെന്ന്. ഇതിലേ പോകുന്നവരൊക്കെ എനിക്ക് അവരുടെ ധനം മുഴുവൻ തന്നിട്ട് പോകണം, നിങ്ങളിലുള്ള ധനം മുഴുവൻ തന്നിട്ട് പോകുക, ഞാൻ തൊഴുതുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സന്യാസിമാർ. അപ്പോൾ ഒരു കാട്ടാളനായിട്ടും അവനൊരു ബുദ്ധിയുണ്ട്, സന്യാസിമാരെ ആക്രമിച്ചുകൂടാന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലുള്ള ധനം തന്നിട്ട് പോകുക എന്ന് പറഞ്ഞു. ഉടനെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ നീ ചെയ്യുന്നത് ശരിയല്ല, ഇത് ഞങ്ങൾ സന്യാസിമാർ ലോകഹിതാർത്ഥം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ലോകർക്ക് നന്മയ്ക്ക് വേണ്ടി നടക്കുന്ന ഞങ്ങളുടെ കൈകളിൽ ഒന്നും കാണുന്നില്ല, ധനമില്ല. പക്ഷെ ഞങ്ങളിലുള്ള ധനം നിനക്ക് എടുക്കാൻ സാധിക്കില്ല, ഞങ്ങൾ തന്നാൽ നിനക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. അങ്ങനെ എന്തോ ഒരു ധനം, അങ്ങനെ ഒരു ധനം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നീ ചോദിച്ചോണ്ട് ആ ധനം ചോദിച്ച ആളിന് കൊടുക്കണമെന്നുമുണ്ട്. പക്ഷെ നിന്നെക്കൊണ്ട് അതിപ്പോൾ സാധിക്കില്ല. അതെന്താ സാധിക്കാത്ത? നീ ചെയ്ത കർമ്മഫലം. ഞാൻ അങ്ങനെ കർമ്മവും ചെയ്യില്ല, എൻ്റെ കുടുംബം പരിപാലിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കൊള്ള നടത്തുന്നു. പക്ഷെ അതെൻ്റെ ധർമ്മമാണ്. അങ്ങനെ ഒരു ധർമ്മമുണ്ടോ? ഇത് അധർമ്മമാണ് കുഞ്ഞെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ ധർമ്മമെന്ന് പറഞ്ഞല്ലോ, നിൻ്റെ വീട്ടുകാരടുത്തൂടെ പോയി ചോദിക്കുക, നീ ചെയ്യുന്നത് അധർമ്മമാണ്, ഇതിൻ്റെ ഫലം ആരൊക്കെ അനുഭവിക്കുമെന്ന്. വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണ്, താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരുന്നേ തീരുന്ന. അപ്പോൾ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തിന് വേറൊരാൾക്കും അതിൽ കൈവയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ കൊള്ള വെച്ചൊക്കെ കൊണ്ടുവരുന്ന ധനങ്ങൾ ഞങ്ങൾ കഴിക്കുന്നു എന്നല്ലാണ്ട് അതിൻ്റെ പാപം മുഴുവൻ നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഇതെന്തോ ഒരു രീതി. അപ്പോൾ ഇത്രയും നാൾ നീ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് മക്കളെന്നൊക്കെ പറഞ്ഞ് ഇന്നത് എല്ലാവരും ധനം കാക്ഷിച്ചാണല്ലോ നിൽക്കണേ, നിനക്ക് ഞങ്ങളുടെ ധനം കിട്ടൂലേ, പാപഭാരം നീ ഏറ്റെടുക്കില്ലേ? അത് നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. കാരണം എന്താണ്? ഭാര്യയിൽ നിന്ന് കിട്ടിയ ഒരു ഉപദേശം. ഞാൻ ചെയ്തതിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണം. അതിൻ്റെ നന്മ അനുഭവിക്കാൻ ഇവരെല്ലാവരും ഉണ്ട്, തിന്മ അനുഭവിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. കാരണം എന്താണ്? മനസ്സേ നീ സ്വന്തമായി ഒരുത്തരും ഇല്ലെന്നുള്ള പരമാർത്ഥം എല്ലായ്പ്പോഴും സ്മരിക്കുക നീ. രാമകൃഷ്ണൻ ദേവൻ്റെ മുന്നിൽ ഭാരതത്തിൻ്റെ പൊന്നോമന പുത്രൻ കണ്ടു കഴിഞ്ഞാൽ എന്നും ആലപിക്കുന്ന ഗാനത്തിൻ്റെ രൂപമാണിത്. നമുക്ക് സ്വന്തമായിട്ട് ഈ ലോകത്തൊന്നും ആരും തന്നെ ഇല്ല, ഉള്ളത് ജഗദംബിക മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഭാര്യയെയും ജഗദംബിയായി കണ്ട് നമസ്കരിക്കുന്നു രത്നാകരൻ എന്നുള്ള കൊള്ളക്കാരൻ. അപ്പോൾ നമ്മൾ പറയുന്നു രത്നാകരൻ കാട്ടാളനാണ്, കൊള്ളക്കാരനാണെന്ന്. പക്ഷേ അവനിലുള്ള മര്യാദ നോക്കുമ്പോൾ നമ്മളിൽ ലേശം തന്നെ കാണുന്നില്ല. ഭാര്യ ഇങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയെ നമസ്കരിച്ചിട്ട് നേരെ തിരിച്ചോടിങ്ങ് വന്നപ്പോൾ സനകാദികൾ കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്? അവൻ പോയിട്ട് തിരിച്ചു വരട്ടെ. അപ്പോൾ അവൻ്റെ ആ ഒരു
കർമ്മം ജന്മം സാഫല്യമാക്കണം. നമ്മളെ കണ്ടാൽ നമ്മൾ സാധുക്കൾ എപ്പോഴും മറ്റുള്ളവരെ നന്നാക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ വന്ന് നോക്കി ഓടി കിതച്ചടിച്ച് വന്ന് അവരുടെ കാൽക്കലേക്ക് വീണു. എന്നെ രക്ഷിക്കുക, എന്നെ രക്ഷിക്കുക, എനിക്ക് വേറൊരു ശരണമില്ല, നിങ്ങൾ തന്നെയാണ് എൻ്റെ ശരണം, അപ്പം എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കുറുക്കിൽ തലോടിക്കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഇപ്പോഴാണ് ശരിക്ക് ഞങ്ങളുടെ ധനം നേടുവാനുള്ള യോഗ്യത നേടിയത്. അതെന്താ നിങ്ങളുടെ കൈകളിലൊന്നുമില്ല ധനമെന്ന് വെച്ചാൽ? എടോ, ഞങ്ങളിലുള്ള ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? രാമനാമമാണ്, ഈശ്വരൻ്റെ നാമമാണ്, അത് താരക മന്ത്രമാണ്. സംസാര സാഗരത്തെ കടത്തിവിടുന്ന ഒരേ ഒരു മന്ത്രം രാമമന്ത്രമേ ഉള്ളൂ. ഇതെന്താ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കാട്ടിൽ കിടന്നവനാ, എനിക്ക് കാട്ടിൻ്റെ ഭാഷയെ അറിയാവൂ. നിങ്ങളെപ്പോലെയുള്ള ഉയർന്ന ആ സംസ്കാരത്തിൽ നിന്നുള്ള സംസാരം എനിക്ക് മനസ്സിലാകില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആ സമയത്താണ് ഗുരുനാഥന്മാരുടെയും മഹർഷീശ്വരന്മാരുടെയും മാഹാത്മ്യം നമ്മൾ അറിയുന്നത്. എന്താണ് കാട്ടാളൻ എന്ന് പറഞ്ഞപ്പോൾ കാട്ടാളൻ്റെ തലത്തിലേക്ക് അവർ ഇറങ്ങി വന്നിട്ട് നീ കാട്ടി നിൽക്കുന്നവനല്ലേ, അപ്പം നിനക്ക് മരങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്, അതാണ്. അപ്പോൾ അവൻ്റെ ലെവൽ അറിഞ്ഞിട്ട് അവൻ്റെ തലം അറിഞ്ഞ് അവന് മന്ത്രം പറഞ്ഞു കൊടുക്കുക. എന്താണ്? 2 മരങ്ങളുടെ നടുക്കിരുത്തിയിട്ട് മരാ മരാ മരാന്ന്. അത് പറഞ്ഞാൽ എളുപ്പമായി. രാമ എന്ന് പറഞ്ഞപ്പോൾ അത് അവനിൽ നാക്കിൽ വരുന്നില്ല. പക്ഷെ മര എന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ടുള്ള കൂടുതൽ ബന്ധം സംസർഗം ഉള്ളതുകൊണ്ട് അവനത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയ ഈ സപ്തർഷികളാണ് അവന് രാമമന്ത്രം പറഞ്ഞു കൊടുക്കുന്നത്. മരാ 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 മര എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശിവമന്ത്രം പറയും പോലെയാണ്. എന്താണ് ശിവമന്ത്രം? ശിവ 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 എന്ന് പറഞ്ഞാലോ അത് വാശിയിലേക്ക് ചെന്ന് തരും. എന്നുവെച്ചാൽ ജപം വിട്ടഴിക്കാതെ അത് മാത്രമായിട്ട് അതിലേക്ക് ജീവൻ കൊടുക്കുന്നവരാണ് ശിവമന്ത്രം. അത് തന്നെയാണ് അതിൻ്റെ പ്രകടമായ രൂപമാണ് രാമമന്ത്രം. അതിനെ കുറേ കൂടെ മാറ്റിമറിച്ചതാണ് മര എന്നുള്ളത്. പിന്നെ സന്യാസിമാരുടെ മുഖത്ത് നിന്ന് എന്ത് വന്നാലും അത് മന്ത്രങ്ങളായിരിക്കും, മന്ത്രദേവതകളായിരിക്കും. അങ്ങനെ മരാ മര എന്ന് പറഞ്ഞുവെന്നും അദ്ദേഹം വാൽമീകിയായിട്ട് മാറിയെന്നും പറഞ്ഞു. കാരണം എന്താണ്? ജപിച്ച് തുടങ്ങുന്നതിന് അവർ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണമെന്നാണ്. ആലോചിച്ച് നോക്കുക, നമ്മുടെ അടുത്തൊരു 10 മിനിറ്റ് ഇവിടെ ഒരു 3/4 മണിക്കൂർ കോടിയർച്ചന നടക്കുന്നു. ഇരിക്കാൻ പറയുമ്പോഴുണ്ടാകുന്ന ആളുകളുടെ ആ ഒരു പ്രയാസം, ഇരിക്കാൻ പറയുമ്പോഴേ ചിലർ ഇവിടെ എന്താണ് കരഞ്ഞുകൊണ്ട് ഓടണോ, ഇരിക്കാൻ പറ്റില്ല എന്ന്. ഞങ്ങൾ ഒരിക്കൽ കണ്ടതാ, സേലത്തിൽ കോടിയർച്ചന നടന്നപ്പോൾ വന്നിട്ട് സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടുന്നു. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രത്നാകരൻ ഇരുന്നിട്ട് ഈ പറയും നമ്മുടെ ശരീരം മണ്ണിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മണ്ണിൻ്റെ ആ പുറ്റിങ്ങനെ കയറി വരും എന്ന് പറയുമ്പോൾ എന്താണ്? മണ്ണായി തീരുന്നു. ആ രീതിയിലാണ്. അപ്പോൾ അന്നത്തെ മന്ത്രസിദ്ധി, അതുപോലെ സാധുക്കൾ പറഞ്ഞു കൊടുത്ത മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അവൻ്റെ ജീവൻ അസ്ഥിയിൽ നിൽക്കുന്നു. ശരീരം മുഴുവൻ ദ്രവിച്ചു പോയി. മണ്ണ് കൊണ്ട് പുറ്റുകൊണ്ട് അങ്ങ് മൂടി നിറഞ്ഞുപോയി, പുറ്റിലങ്ങ് നിറഞ്ഞു എന്ന് വെച്ചാൽ അതിലൊരു രഹസ്യം പറയുന്നുണ്ട്. ഇത് സുന്ദർകുമാറാണ് ശ്രീവരാത്ത് വെച്ച് പറഞ്ഞു തന്നത്. വാൽമീകി ഇരുന്ന് മണ്ണ് പുറ്റുകൊണ്ട് നിറഞ്ഞു എന്ന് വെച്ചാൽ അദ്ദേഹം അനന്തരൂപനായിട്ട് മാറി എന്നാണ് പറയണേ. കാരണം എന്താണ്? അനന്തനാണ് ഇങ്ങനെയൊക്കെയുള്ള ശക്തി. മണ്ണിൻ്റെ മാളങ്ങളിൽ കഴിയുന്നതാണ് സർപ്പങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ ഇത് മണ്ണ് കൊണ്ടങ്ങ് മൂടി എന്ന് വെച്ചാൽ പുറ്റായി. പുറ്റിൽ ഈ പറയുമ്പോൾ ഒരു ഉയർന്ന പുറ്റ് കണ്ടാൽ സർപ്പ ആരാധനയ്ക്കും ഈ പറയുന്ന കൂടമെന്ന് പറയുന്നത്, ചിത്രകൂടം എന്ന് പറയുന്നത് ഈ പുറ്റ് കൊണ്ട് മൂടിയ പോലെയാണ്. അപ്പോൾ അതിനകത്താണ് മന്ത്രം ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ എന്താണ്? ശരിക്ക് ഒരു അനന്തൻ്റെ രൂപഭാവം വാൽമീകിയിൽ ഉണ്ടായി എന്നാണ്. അവർ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ എത്തി. നമ്മൾ ഇവിടെ ഒരാളെ എത്തിയിട്ട് പോയല്ലോ എന്ന് കേട്ടപ്പോൾ അവിടെ ഇങ്ങനെ മരാന്നല്ല രാമമന്ത്രം തന്നെ കേൾക്കുന്നു. കാരണം മരാ എന്ന് പറഞ്ഞാൽ രാമ മന്ത്രത്തിലേക്കായി. അയ്യോ, ഇതോ മന്ത്രത്തിൽ നോക്കിയപ്പോൾ കുറ്റിൽ നിന്നാണ് മന്ത്രം കേൾക്കുന്നത്. അവരുടെ കമണ്ഡലൂലെ തീർത്ഥമെടുത്ത് അമൃതബീജം പറഞ്ഞ് ലഭിച്ച് അതിൽ തളിച്ചപ്പോഴത്തേക്ക് അതിനെ പൊട്ടിച്ചുകൊണ്ട് അതിനകത്തുനിന്ന് വാൽമീകിയായിട്ട് രത്നാകരൻ എന്നുള്ള കൊള്ളക്കാരൻ ഇറങ്ങി വന്നു. ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. അപ്പോൾ എന്താണ്? മണ്ണിൽ നിന്ന് ഇറങ്ങി വന്നതായിട്ടുള്ള വാൽമീകി, മണ്ണിൻ്റെ മക്കൾ. ഇത് തന്നെയാണ് ഗീതയിലും പ്രാർത്ഥന എന്ന് പറയുന്നത്. പൃഥുവിൻ്റെ മകനായ പാർത്ഥനാണ് ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇവിടെ മണ്ണിൻ്റെ മകനായ രത്നാകരന് എന്താണ്? സാധുക്കൾ
മര എന്നുള്ള മന്ത്രം പറഞ്ഞു കൊടുത്ത് രാമനിലേക്ക് കൊണ്ടുവന്നു. എന്താണത്? അസതോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് രാമമന്ത്രം. ഹിന്ദിയിലേക്ക് വരുമ്പോൾ മര എന്ന് വെച്ചാൽ ആൾറെഡി റെഡ്, മരിച്ചു എന്ന്, ആൾറെഡി ഡെഡ്. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല, മര തീർന്നു, മരിച്ചു എന്നർത്ഥം. പക്ഷെ ആ മര എന്നുള്ളത് തിരിയുമ്പോൾ രാമാന്നാകുന്നു. മൃത്യോമാ അമൃതം ഗമയാ. അപ്പം അങ്ങനെ ആ ഒരു മന്ത്രത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു സന്യാസിമാരുടെ പൂർണ്ണമായ കടാക്ഷമാണ് ലോകത്തിന് ആദികവി എന്നുള്ള ആദികാവ്യത്തിൻ്റെ രചയിതാവായ വാൽമീകിയുടെ ഉത്ഭവം. അദ്ദേഹം നമുക്ക് വന്നില്ല എന്നാണ്, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാമനാമ മാഹാത്മ്യം അറിയില്ല. അപ്പോൾ രാമനാമത്തിൻ്റെ മാഹാത്മ്യം തന്നെയാണ് നമ്മൾ രാമായണത്തിൽ വാൽമീകിയുടെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പുനർജന്മത്തിലൂടെ, പുനർജന്മം എന്ന് പറയുന്നത് സന്യാസിമാർ കൊടുത്ത ജീവിതമാണ്. അപ്പം നമ്മുടെ ജീവിതം ഈ ലോകത്ത് കിട്ടിയാലും ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന്, സന്യാസിയിൽ നിന്ന് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറിയെങ്കിൽ മാത്രമേ ഈ മണ്ണിൽ ജീവിച്ചിട്ട് ഈ മണ്ണിൻ്റെ മകനായിട്ട്, മണ്ണിൻ്റെ മക്കളായിട്ട് എന്താണ് രാമനാമ മഹത്വം നമുക്ക് അറിയുവാൻ സാധിക്കും. അതിനുള്ളൊരു എളുപ്പ പണിയാണ് അഭയദാശ്രമത്തിലേക്ക് ഓടി വരിക. വന്നാൽ 24 മണിക്കൂറും നാമജപം മുഴങ്ങുന്നതായ അഖണ്ഡനാമവേദിയുണ്ട്. പോരാഞ്ഞിട്ട് ഇപ്പോഴ് കോടിയർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഒരു തവണ അർച്ചനയിൽ ഇരുന്ന് നോക്കുക, വാൽമീകി പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് മനസ്സിലാകും.